ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇത്തവണത്തെ 2025 ഗുരുവായൂരിൽ നടക്കാൻ പോകുന്ന ചെമ്പൈ സംഗീതോത്സവത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്. സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെമ്പൈ സംഗീതോത്സവത്തെ പറ്റി അറിയാത്തതായിട്ട് ആരും ഉണ്ടാകില്ല. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധമായൊരു ക്ഷേത്ര നഗരിയാണ് ഗുരുവായൂർ. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 26 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തീരദേശത്താണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശംഖചക്ര ഗദാപത്മധാരിയായ ചതുർബാഹുവായ ഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ. ദ്വാപരയുഗത്തിൽ ദ്വാരകയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാദിനമാണ് ഏകാദശിയായി കരുതപ്പെടുന്നത്. ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണ് ഈ ദിനം മഹോത്സവമായി കൊണ്ടാടുവാൻ നിർദ്ദേശിച്ചത്. ഗുരുവായൂർ ഏകാദശി ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചെമ്പൈ സംഗീതോത്സവം. സംഗീതപ്രിയനായ ഭഗവാന് മുന്നിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള സംഗീത പ്രതിഭകൾ നടത്തുന്ന സംഗീതാർച്ചനയാണ് ഈ സംഗീതോത്സവം. ഓഗസ്റ്റ് 10 10 വയസ്സ് പൂർത്തിയായ കുട്ടിക്ക് മുതൽ ഏതു പ്രായക്കാർക്കും ചെമ്പൈ സംഗീതോത്സവത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒരു ഗ്രൂപ്പായിട്ട് പരിപാടി അവതരിപ്പിക്കണമെന്നുള്ളവർക്ക് സംഗീതോത്സവത്തിൽ അതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിൽ പരമാവധി 5 പേർക്കാണ് പാടാനാവുക. ഗ്രൂപ്പായിട്ടാണ് പാടുന്നതെങ്കിൽ അതിലെ ഒരംഗം അപേക്ഷിച്ചാൽ മതിയാവും. അപ്ലൈ ചെയ്യുമ്പോൾ നല്ലവണ്ണം അറിയാവുന്ന 10 കൃതികൾ കൊടുക്കേണ്ടതാണ്. അപ്ലൈ ചെയ്തതിന് ശേഷം സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയാൽ നമ്മളെ അത് ജിമെയിൽ വഴിയായിരിക്കും അറിയിക്കുക. സംഗീതോത്സവത്തിൽ വായ്പ്പാട്ട് മാത്രമല്ല, ഉപകരണ സംഗീതങ്ങളും ഉപയോഗിച്ച് പരിപാടി അവതരിപ്പിക്കാവുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിന് അഭിമുഖമായിട്ടാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ചെമ്പൈ സംഗീതോത്സവം നടത്തപ്പെടുന്നത്. ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നത് അത്യപൂർവ ഭാഗ്യമായി കരുതപ്പെടുന്നു. നവംബർ, ഡിസംബർ മാസങ്ങളിലായാണ് ചെമ്പൈ സംഗീതോത്സവം നടക്കാറുള്ളത്. സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇത്തവണത്തെ ചെമ്പൈ സംഗീതോത്സവത്തിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് അപേക്ഷിക്കാനാവുക. നമ്മൾ സെലക്റ്റഡ് ആയി എന്ന് ജിമെയിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ക്ഷണക്കത്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ക്ഷണക്കത്തിൽ നമ്മൾ പാടേണ്ട കൃതിയും തീയതിയും അതുപോലെ തന്നെ സമയവും കൊടുത്തിട്ടുണ്ടാവും. സംഗീതോത്സവം നേരിട്ട് കാണാൻ സാധിക്കാത്തവർക്ക് ഗുരുവായൂർ ദേവസ്വം യൂട്യൂബ് ചാനൽ ലൈവ് വഴിയും അതുപോലെ തന്നെ ആകാശവാണി ദൂരദർശൻ ചാനൽ വഴിയും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് കൊടുത്തിട്ടുണ്ട്. പാടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്